ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഇൻട്രോ തന്നെ ബൊക്കയാണ് കേട്ടോ. അപ്പോൾ ബൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ തമ്പനിയിലും കണ്ടപ്പം ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ യെസ് ഗായ്സ് അത് തന്നെ. അപ്പോൾ ഫൈനലി നമ്മളെ ചെക്കന് എന്താണ് എൻഗേജ്മെന്റിന് പോവാണ്. അങ്ങനെ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഏകദേശം കുറച്ച് ലോങ് തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ നാട് വരുന്നത് കോഴിക്കോടും പിന്നെ പെണ്ണിന്റെ വീട് വരുന്നത് വയനാടുമാണ്. അപ്പം ഏകദേശം നല്ല ദൂരം ഉണ്ടേനി. അപ്പൊ ഞങ്ങളൊരു ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങണം എന്ന് വിചാരിച്ചിന്. പക്ഷെ കുറച്ച് ലേറ്റ് ആയി. പക്ഷെ സാരല്ലേ, നമുക്ക് അവിടെ എത്തേണ്ട സമയമാകുമ്പോഴത്തേക്ക് എത്താന്നുള്ളതിൽ പോവാണ് കേട്ടോ. അങ്ങനെ ചുരമൊക്കെ കയറിയോണ്ട് നിൽക്കാണ്. അപ്പൊ ഞങ്ങള് ഒരു 7 പേര് ഈ കാറിലും പിന്നെ ഓന്റെ ഉമ്മന്റെ ഫാമിലി കുറച്ച് ഒരു 4-5 ആൾക്കാരുണ്ടേനി. അപ്പൊ വേറൊരു കാറില്, അങ്ങനെ 2 കാറിലാണ് കേട്ടോ പോണത്. അങ്ങനെ ഇന്നു കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇന്നു ഉറങ്ങിയിട്ടുണ്ടേനി. എല്ലാരും ഏകദേശം സൈഡ് ആയിട്ടുണ്ടേനി. കുറച്ച് ലോങ് ആണല്ലേ, പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഉഷാറായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചങ്ങാണ്ട് എല്ലാരും അങ്ങ് ഇരിക്കാൻ കേട്ടോ. അപ്പൊ നേരെ മുന്നിൽ ഒരു KSRTC വന്ന് പെട്ടും ചെയ്ത്. അങ്ങനെ പിന്നെ KSRTC-നൊക്കെ പറഞ്ഞേച്ച് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കാൻ കേട്ടോ ഗായ്സ്. ഒരു 1-1:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം എന്നാണ് ഞങ്ങൾ വിചാരിച്ച് പോണത്. അപ്പോൾ അങ്ങനെ ഏകദേശം ആ ടൈം, അങ്ങനെ കുറച്ചൊന്ന് ലേറ്റ് ആയാലും ഏകദേശം ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടേനിട്ടോ. പിന്നെ മഴ എന്ന് വെച്ചാൽ ഒരു ചീഞ്ഞ മഴയാണ് കേട്ടോ. അന്ന് 2-3 ദിവസമായിട്ട് ഏകദേശം നല്ല മഴ ഉണ്ടേനി. പിന്നെ അന്ന് പിന്നെ ഏകദേശം കുറച്ചൊരു കുറവുണ്ടേ ഉള്ളത് അന്നേനി തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ അജാതി മഴ ഇനി നമ്മൾ പോയോണ്ടിരിക്കുമ്പോഴും അവിടെ എത്തുമ്പോഴും ഒക്കെ മഴ തന്നെ ഇനിയിട്ടുണ്ടായിനിയത്. അങ്ങനെ പിന്നെ ഏകദേശം ചുരമൊക്കെ കഴിയാനായിട്ടുണ്ടേനിട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓൻ്റെ റീലൊക്കെ കുറച്ച് എടുക്കണമല്ലോ വിചാരിച്ചിങ്ങാണ്ട് ജെന്നു റീലൊക്കെ എടുക്കാനിട്ടോ. അപ്പുറത്ത് കുരങ്ങന്മാരൊക്കെ ഉണ്ടേനി. കുരങ്ങന്മാർ കാറിൽ കയറണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുരങ്ങനൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കേനിട്ടോ. ഒരു അമ്മയും കുട്ടിയും തോന്നുന്നുണ്ട്, രണ്ടാളും ഇങ്ങനെ എല്ലാം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ എല്ലാം മയത്ത് ഇങ്ങനെ നിൽക്കാനിട്ടുള്ളത്. അങ്ങനെ ഓലൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് റീലും ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ പിന്നെ 2 ആൾക്കാരല്ല, ഇപ്പൊ 4 ആൾക്കാരായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ റീലൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാൻ. അപ്പോഴും പിന്നെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ പറഞ്ഞാല് കണ്ണാണ് വയ്യാത്ത മഴ. പിന്നെ ചുരത്തിന്റെ അവിടെ അല്ലേ കുറച്ച് കോടിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒക്കെ പാടായിട്ട് ഒക്കെ ഒരു അടിപൊളി സെറ്റപ്പ് ക്ലൈമറ്റ്. ഇന്നു രാവിലെ എന്നെ എണീച്ചതിനോട് കണ്ടിട്ട് ഓളിപ്പോൾ ഉറങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങലൊന്നുമില്ല ഓളേട്ടൻ പോവാണെങ്കിലൊന്നും. അങ്ങനെ പിന്നെ നമ്മളിത് ഏകദേശം അവിടെ എത്താനായിട്ടുണ്ടെനി. അങ്ങനെ പിന്നെ അവിടെ എത്താനായല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്ന് റെഡിയായി ഒന്ന് ഉഷാറായി. അങ്ങനെ പെണ്ണിൻ്റെ അടുത്ത് എത്തി. ചെക്കനും പെണ്ണും ബൊക്കെയൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ഓല് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനിട്ടോ. അവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ 10 ആൾക്കാരെ പോയിട്ടുള്ളേനിട്ടോ. നമ്മൾ പിന്നെ കുറേ ആൾക്കാരെ അങ്ങ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ട് ആൾക്കാരെ എണ്ണം കുറച്ചതേനി. അങ്ങനെ ഹാമ്പറൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ പിന്നെ അവിടെ ഫ്ലവറൊക്കെ നമ്മൾ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടേനി. അങ്ങനെ പിന്നെ ഫോട്ടോസും കാര്യങ്ങളും പിന്നെ ഒരു വള വാങ്ങിയിട്ടുണ്ടേനി. അപ്പം അത് ഓൻ്റെ ഉമ്മ കെട്ടി കൊടുക്കാൻ കേട്ടോ. മേമ്മ കെട്ടി കൊടുക്കുകയാണ് ഓക്ക്. ഒന്ന് ഓൻ്റെ പെങ്ങളും ഒന്ന് ഓൻ്റെ ഉമ്മയും ഒന്ന് ഉമ്മൻ്റെ അനിയത്തിയുമാണ് കേട്ടോ. അങ്ങനെ ഒരു എല്ലാവരും പാടെ നിന്നിങ്ങാണ്ട് വളയൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഹാമ്പർ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഹാമ്പറിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അങ്ങനെ ഫുഡ് കഴിച്ചിരുന്ന് കുറച്ചധികം സമയം അവിടെ നിന്നിട്ടുണ്ടേനിട്ടോ. അങ്ങനെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു കമ്പനിയൊക്കെ ആയി. നല്ല അടിപൊളിയാണ് കേട്ടോ പെണ്ണ്. പിന്നെ ഞങ്ങളുടെ വക ഒരു ഡ്രസ്സ് ഉണ്ടേനി. അപ്പോൾ അതൊരു ഹാമ്പറിലാക്കിങ്ങാണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടേനി ഞാൻ. അപ്പോൾ അതും കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അവളോട് സംസാരിച്ച് ഇന്നെ ആണെങ്കിൽ അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു ചീച്ചിലുണ്ടേനി ടോക്ക്. അതുവരെ നല്ല കുട്ടീനി. പിന്നെ അവിടെ എത്തിയപ്പോൾ ഒക്കെ എന്തോ ഒരു ചീച്ചിൽ. അപ്പോൾ പിന്നെ അവിടെ എന്തൊക്കെ കണ്ടെങ്ങാണ്ട് ഇങ്ങനെ അയിമയെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദ്യം ഉള്ളിട്ട് പോകാനൊന്നും കൂട്ടാക്കിയില്ലേനി. പിന്നെ ഒരു മുട്ടായിക്ക് കൊടുത്ത് സെറ്റാക്കിയപ്പോൾ നേരെ പോയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഫുഡ് കഴിക്കാൻ അടിപൊളി മാഷാ അല്ലാഹ് നല്ല ഫുഡേനി. എല്ലാവരും നല്ലോണം കഴിച്ച്. പിന്നെ ഇന്നാണെങ്കിൽ മുട്ടായിമേൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയാപ്പളിനാണെങ്കിൽ നല്ല സൽക്കാരാണ് കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പുഡിങ്ങൊക്കെ കഴിച്ച്. പുഡിങ്ങും അടിപൊളിയേനി. അങ്ങനെ പിന്നെ ഇന്നുവാണെങ്കിൽ അയിമേൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കാൻ. ഓൾ എനിക്ക് തരികയാണ് കേട്ടോ. ഓള് തിന്നല്ലേ, ഓൾ ഇന്നെ സൽക്കരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു ഈവനിങ് ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായവാല ഇറങ്ങിങ്ങാണ്ടുള്ള ഒരു ഷോപ്പിലൊക്കെ കയറി. അങ്ങനെ പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് പോയിട്ടോ. ഞങ്ങൾ അവിടെ എത്തി. ഇങ്ങോട്ട് വരുന്ന വരെ മഴ കഴിഞ്ഞിട്ടോ. വീട്ടിലെത്തുന്ന വരെ നല്ല മഴ കഴിഞ്ഞിട്ടോ.
പിന്നെ ബ്ലോക്ക് ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്താക്കി, നേരെ ഷോർട്ട് കട്ട് പിടിച്ചിങ്ങാണ്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അവിടുന്ന്. പിന്നെ അവിടേക്ക് പോണതിന് മുന്നേ ഇന്നു ഛർദിച്ചൊക്കെ ചെയ്തിനി കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് കഞ്ഞൊക്കെ കൊടുത്തീനി. അപ്പോൾ അത് കുറച്ച് അധികമായി പോയതാ എന്താ അറിയൂല, അങ്ങനെ ഇന്ന് കുറച്ച് ഛർദിച്ചൊക്കെ ചെയ്തീനി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം പുരയിലും എത്താനായിട്ടുണ്ടേനി ട്ടോ. അപ്പോൾ ഏകദേശം നൈറ്റ് ഒരു 8-8:30 ആയി ഞങ്ങൾ വീട്ടിലെത്തുമ്പം തന്നെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ എൻഗേജ്മെന്റ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.